ഗ്രൂപ്പുമായിട്ടാണ് പോർച്ചുഗീസ് ഡോമിനൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, പോർച്ചുഗീസ് കോളനി ഉണ്ടാക്കാൻ വേണ്ടിയാണ് വീണ്ടും വന്നത്. അദ്ദേഹം പോർച്ചുഗീസ് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടാണ് വന്നത്. പോർച്ചുഗീസ് ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് 1524 വന്നു. പക്ഷേ അതേ വർഷം തന്നെ, അദ്ദേഹം വന്ന വർഷം തന്നെ മരിച്ചുപോയി. അദ്ദേഹത്തെ കൊച്ചിയിൽ അടക്കി. ഇവിടെ കൊച്ചിയിൽ ചെന്നാൽ അദ്ദേഹത്തിന്റെ ശവകുടീരം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ലിസ്ബണിലേക്ക്, ഇങ്ങോട്ട് ഈ സിറ്റിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇവിടെ താല്പര്യമുള്ളത്. അദ്ദേഹം വഴിയായിട്ടുണ്ടായ ഒരു കത്തോലിക്ക സ്വാധീനം കേരളത്തിലുണ്ടായി. 1498 മുതൽ 1961 വരെ നമുക്കൊരു കൊളോണിയൽ പ്രസൻസ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അതുകൊണ്ട് മിഷണറിമാർക്ക്, പുരോഹിതന്മാർക്ക്, സന്യാസിമാർക്ക് എല്ലാം ഇന്ത്യയിൽ വരാനായിട്ട് സാധിച്ചത് അദ്ദേഹം വഴിയാണ്. ഗോവയിൽ കത്തോലിക്ക സാന്നിധ്യം ഉണ്ടായത്, കൊച്ചിയിൽ ഉണ്ടായത്, മലബാർ തീരങ്ങളിലെല്ലാം ഇന്ത്യയുടെയും ഏഷ്യയുടെയും വലിയ മിഷണറി ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരും പള്ളികൾ, സ്കൂളുകൾ, സെമിനാരികൾ എല്ലാം ഉണ്ടാക്കി. കേരളത്തിലും ഗോവയിലും മംഗലാപുരത്തും. ലാറ്റിൻ കാത്തലിക്കരുടെ സെന്ററായിട്ട് ഗോവ മാറി. ആർച്ച് ഓഫ് ഗോവ 1533 അതിന്റെ ആദ്യ ബിഷപ്പാണ് മെനേസിസ്. അദ്ദേഹമാണ് ഉദയംപേരസ് ദിവസം വിളിച്ചു കൂട്ടിയതും പിന്നീട് കോനുകുരിശത്തിന് കാരണമായി തീർന്നത്. ഇതിന്റെ പൊങ്ങേട്ടോ, മറ്റേ നാളെ വീട് ഈ ബിൽഡിങ്ങിന് പൊങ്ങേട്ടോ. ഫുട്ബോൾ ഇവിടുത്തെ വീട്. യൂറോപ്യൻ മിഷണറിമാര് ഇന്ത്യയിൽ വന്നതിൽ പോർച്ചുഗീസ് സീറ 1498 മുതൽ, പിന്നെ സീറോഡ് 1498 മുതലുണ്ടായി. അവർ ട്രേഡിനും എക്സ്പ്ലോറേഷനുമായിട്ടാണ് വന്നത്. അവരുടെ മെയിൻ ഗോള് സുവിശേഷവൽക്കരണം, ക്രൈസ്തവരുടെ അജപാലന കാര്യങ്ങൾ, പ്രത്യേകിച്ച് മർത്തോമ ക്രിസ്ത്യാനികളുടെ മേലും അതുപോലെ തന്നെ പുതിയ കൺവേർട്സ് സഭയിലേക്ക് ചേർക്കാൻ വേണ്ടിയുമായിരുന്നു. 1500-കളിൽ ആദ്യത്തെ മിഷണറിമാര് പോർച്ചുഗീസുകാരുടെ വന്നു. ഗോവയിലും കൊച്ചിയിലും ആദ്യത്തെ പള്ളികൾ അവരാണ് ഉണ്ടാക്കിയത്. അവരാണ് സഭ ഇടവകാല ശുശ്രൂഷ ചെയ്തു. ഒരു വേദപാഠം, ദൈവശാസ്ത്രം, വിദ്യാഭ്യാസം ഇതെല്ലാം നേതൃത്വം കൊടുത്തു. പതിനായിരക്കണക്കിന് ആളുകളെയാണ് ഫ്രാൻസിസ് സേവ്യർ മാമോദിസ മുക്കിയത്. പിന്നെ അഗസ്റ്റീനിയൻസ് വന്നു, കർമ്മലക്കാർ വന്നു. അതെല്ലാം ഈ വാസ്കോ ഡി ഗാമയുടെ ശേഷമാണ്. കപ്പൂച്ചിൻസ് വന്നു. കോൺഗ്രിഗേഷനിൽ നമ്മുടെ ആൾക്കാരുണ്ട് നടത്തിയിരുന്നത്. പിന്നീട് ഈ ഗവൺമെന്റ് നിയമമൊക്കെ വന്ന് ഫോറിനേഴ്സിന് അവിടെ പിന്നെ പ്രവേശന പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല എന്നൊക്കെ വന്നപ്പോഴാണ് പിന്നെ അവർ കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് അവർ പോയി. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് അവർ പോകുന്നത്. അവർ വലിയൊരു സംഭാവനയാണ് ചെയ്തത്. ആലുവ മംഗലപ്രസന്നയിലെ വലിയ ചാപ്പൽ പള്ളി പണിതത് ഇവിടുത്തെ ഈ സ്പെയിനിലെ, പോർച്ചുഗലല്ല, സ്പെയിനിലെ ഒരു സ്വന്തം കപ്പലുണ്ടായിരുന്ന ഒരാൾ ഇവിടുന്ന് അതിന് വേണ്ട എല്ലാ സാധനങ്ങളും പണിതുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തു. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പള്ളിയാണ് ഗോത്തിക് സ്റ്റൈലിൽ. അതൊക്കെ അന്നത്തെ പ്രൊക്ടറേറ്റ് ആയിരുന്ന അച്ഛൻ്റെ ബ്രദറായിരുന്നു അത് ഇവിടുന്ന് കൊടുത്തു വിട്ടത്. അങ്ങനെ ധാരാളം മിഷണറിമാരുടെ മുകളിലേക്ക് ചെന്ന് അതൊരു ആർച്ച് പോലെ, ഡോം പോലെ ആകുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ സ്വർഗം എന്ന് പറയുന്നത് പഴയ കാലത്തെ സങ്കല്പം അനുസരിച്ച് മുകളിൽ, പാതാളം എവിടെയാണ്, ഭൂമിക്ക് അടിയിലും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കൊട്ടക മത്തി വെച്ചിരിക്കുന്ന പോലെയാണ് നമ്മൾ കാണുക. അതുകൊണ്ടാണ് പഴയ കാലത്തെ അമ്പലങ്ങൾ, പള്ളികൾ, മോസ്കുകളെല്ലാം ഡോമായിട്ടാണ് പണിയുക. കാരണം അപ്പോൾ ആ ഡോമിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ, ഉയരണമേ പ്രാർത്ഥന ഏകദേശ എന്ന് നമ്മൾ പറഞ്ഞ പാടുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വർഗത്തിലേക്ക് വരുന്നു. അപ്പോൾ സ്വർഗത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ആർച്ചുകൾ. അവിടെയാണ് നമ്മുടെ പള്ളികൾക്കൊക്കെ ആർച്ച് വെക്കുന്നത്. ആർച്ച് ഡോമായിട്ട് വെക്കുന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ ആ സ്റ്റൈലിലാണ് പഴയ കാലം മുതൽ ഇവർ പണിയുന്നത്. റോമിൽ ചെന്നാലും അതെ, ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും എല്ലാം ഡോമാണ്. ഇപ്പം നമ്മൾ പോയ അന്തോണീസ് പുണ്യാളന്റെ പള്ളിയിലും നടുഭാഗത്ത് കർത്താരുടെ അവിടെ ഇരിക്കുന്നത് ഡോമാണ്. കാരണം നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് വരുന്നതിന്റെ പ്രതീകമാണ്. ഇനി ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഇത് പഴയ കാലത്ത് റോമിന്റെയും പിന്നീട്
മുസ്ലിങ്ങളുടെയും സെറ്റിൽമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് 1147 കിങ് അൽഫോൺസോയാണ് അതിലൂടെ മുസ്ലിങ്ങളെ ഓടിച്ചിട്ട് ക്രിസ്തുമതം പുനഃസ്ഥാപിച്ചു 1147. അതുകൊണ്ട് ധാരാളം മൊണാസ്ട്രികളും പള്ളികളും ഉണ്ടായി. ഇനി യൂക്കറിസ്റ്റിക് മറക്കൾ ഉണ്ടാകുന്നത് ഏതാണ്ട് 1247 1247 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അല്ലേ? അപ്പൊ അതിന് എത്ര നൂറ്റാണ്ട് മുമ്പാണ്? 1247 ആയപ്പോ 700 അല്ലേ? പ്രവർത്തിക്കാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു. 1247 ഉണ്ടായ അത്ഭുതമാണ്. അതായത് അതെ, TPV തീർച്ചയായും ഫോട്ടോയ്ക്ക് വരുമെന്നല്ല, പരീക്ഷയ്ക്ക് വരും. അതായത് അവളൊരു സ്ത്രീയെ, അവളുടെ ഭർത്താവ് അവിശ്വസ്തനായിരുന്നു. വിശ്വസ്തത പറഞ്ഞാൽ ഞാൻ പറയാനുണ്ടല്ലോ. അപ്പൊ അവന്റെ തരിയുടെ സ്വഭാവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവളൊരു മന്ത്രവാദിയുടെ അടുത്ത് ചെന്നു. മന്ത്രവാദി പറഞ്ഞു, നീ ഒരു ഉദാശ ചെയ്ത ഒരു ഓസ്തി നീ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു പള്ളിയിൽ നിന്ന്. അവിടെ അവള് കുർബാനയ്ക്ക് പോയി സെന്റ് സ്റ്റീഫൻ പള്ളിയിൽ ചെന്ന് കുർബാന സമയത്ത് കുർബാന സ്വീകരിച്ചിട്ട് അവള് അതെടുത്ത് തൂവാലയിൽ പൊതിഞ്ഞ് അവളുടെ വെയിലിൽ പൊതിഞ്ഞ് അവള് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് പോണ വഴിക്ക് അതിൽ നിന്ന് കണ്ടമാനം രക്തം വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവൾക്ക് പേടിയായി. അവിടെ അത് അവളൊരു ട്രാഷിനകത്തിട്ടു, ട്രങ്കിനകത്തിട്ടു. പക്ഷേ രാത്രി ആയപ്പോൾ അതിനകത്തുനിന്ന് വലിയ പ്രകാശം വരുന്നു. അപ്പൊ അതുകൊണ്ട് ആളുകൾ അവിടുത്തെ വികാരിച്ചനെ വിവരം അറിയിച്ചു, ഇങ്ങനെ പ്രകാശം വരുന്നു, അവിടെ ഓസ്തിയുണ്ട്. അപ്പൊ വികാരിച്ചൻ അത് ആഘോഷമായിട്ട് ഈ സെന്റ് സ്റ്റീഫൻ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ 750 വർഷമായിട്ട് ഇപ്പോഴും അതവിടെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇനി അതിന്റെ അത് ആ പള്ളിയുടെ പേര് സെന്റ് സ്റ്റീഫൻ എന്നുള്ളതിന് പകരം ഇപ്പം ചർച്ച് ഓഫ് ഹോളി മിറക്കിൾ എന്നായ പേരായി. അതിന് ചർച്ച് ഓഫ് ഹോളി മിറക്കിളുള്ളതാണ്. പറഞ്ഞാൽ നമ്മളെ മനസ്സാപ്രകടനം ചൊല്ലി ഒരു ശ്രീ മാർപ്പാപ്പാടെ നിയമത്തിൽ ചൊല്ലി കാഴ്ചവെക്കുക, നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുക, അല്ലെങ്കിൽ കുംസാത്ര ജപം ചെല്ലുക. അപ്പോൾ പാപമോചനം കിട്ടുമെന്ന് ഈ 2 മാർപ്പാപ്പന്മാര്, 5ാം പീസ് മാർപ്പാപ്പായും 6ാം പീസ് മാർപ്പാപ്പായും അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈശോയുടെ തിരുസാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഉറപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണത്. അതുകൊണ്ട് ദമ്പതികൾക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ദാമ്പത്യ ബന്ധം സുദൃഢമാക്കാൻ വേണ്ടി, വിശ്വസ്തമാകാൻ വേണ്ടി ഒക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്ന ഈ യൂക്കറിസ്റ്റിക് മിറക്കിളിന്റെ സ്ഥലം. ഇവിടെ നേരത്തെ ആരെങ്കിലും വന്നിട്ടുള്ളവരുണ്ടോ? ആരുമില്ല, ഞാനും കണ്ടിട്ടില്ല. ആരാ? അല്ല, ഈ യൂക്കറിസ്റ്റിക് മിറക്കിളിൽ വേറെ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഡാൻസിയാനോയിൽ വേറെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് ആദ്യത്തെ യൂക്കറിസ്റ്റിക് മിറക്കിൾ. പിന്നെ ഈ അന്തോണീസ് പുണ്യാളൻ എന്തുകൊണ്ടാണ് കൊച്ചിനെ കൈപ്പിടിച്ചോണ്ട് നിൽക്കുന്നറിയോ? സ്റ്റാച്ചു ഉണ്ണീശോയെ. എത്ര പേര് ഉണ്ണീശോയെ പിടിച്ചോണ്ടിരിക്കുന്ന രൂപങ്ങളുണ്ട്? പിതാവ്, മാതാവ്. അതൊക്കെ കഴിഞ്ഞ 12ാം നൂറ്റാണ്ടിലാണ് ഈ അന്തോണീസ് പുണ്യാളൻ ആ പുള്ളി എങ്ങനെയാ ഉണ്ണീശോയെ കൈകളിൽ അന്തോണീസ് പുണ്യാളൻ ഒരു വീട്ടില് ഗസ്റ്റായിട്ട് ചെന്നു. അദ്ദേഹത്തിന്റെ ഗസ്റ്റ് റൂമിൽ വരുന്ന അദ്ദേഹത്തെ വിളിക്കാൻ ചെന്ന കുടുംബനാഥൻ അദ്ദേഹത്തെ കാണാഞ്ഞിട്ട് ഒളിഞ്ഞു നോക്കിയപ്പോൾ ഈ അന്തോണീസ് പുണ്യാളന് ഈ ബൈബിൾ വായിച്ച് പഠിക്കുന്ന ആളാണ്, ബൈബിളിലാണ് പുള്ളി എക്സ്പെർട്ട്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉണ്ണി ഈശോ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടു. അത് ആതിഥേയൻ അന്തോണീസ് പുണ്യാളൻ പുറത്തിറങ്ങി വന്നപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ. അതുകൊണ്ട് അദ്ദേഹം അത് തൽക്കാലം രഹസ്യമായിട്ട് സൂക്ഷിച്ചു. അതാണ് അദ്ദേഹം ഈ അന്തോണീസ് പുണ്യാളനും ഉണ്ണീശോയും തമ്മിലുള്ള പടം വരാനുണ്ടായ കാരണം. പിന്നെ അദ്ദേഹം ബൈബിൾ പണ്ഡിതനായിരുന്നത് കൊണ്ട് ഈ കാണാതെ പോയ സാധനങ്ങളുടെ മധ്യസ്ഥനായിട്ട് അന്തോണീസ് പുണ്യാളൻ പറയാനുള്ള കാരണം ആർക്കെങ്കിലും അറിയാമോ? ഇതൊക്കെ പള്ളി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള. അന്തോണീസ് പുണ്യാളന് സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്തോണീസ് പുണ്യാളനെ പറ്റി ഒരു പഠിച്ചുകൊണ്ട് പോയവൻ തിരിച്ച് അത് കൊണ്ടുവന്ന് കൊടുത്തു. അതുമുതലാണ് പിന്നെ അന്തോണീസ് പുണ്യാളനെ കാണാതെ പോയ സാധനങ്ങളുടെ മധ്യസ്ഥനായിട്ട് കണക്കാക്കുന്നത്. പിന്നെ
അന്തോണി സുറിയാളിന്റെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് മറ്റേ വർഷം തന്നെ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തെ പറ്റി പറയുന്ന വേറൊരു അത്ഭുതം, അന്തോണി സുറിയാളിന്റെ ഇപ്പോഴത്തെ നമ്മൾ ബാദുവായിലെ പള്ളിക്ക് അടുത്ത് ഒരു വീട്ടില് ഒരു തള്ള പിന്നെ ഒരു കൊച്ചുമായിട്ട് കൊച്ചിനെ കൊച്ചവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തള്ള അവിടെ അടുക്കള പടുന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ഒരു ചെരുവത്തിനകത്ത് ഒരു വലിയ നമ്മുടെ ചെമ്പ് പോലെ പാത്രം പോലെ ഒരു പാത്രത്തിനകത്ത് വെള്ളം തിളഞ്ഞു കിടക്കുക. ഈ കൊച്ചിന്റെ വക്കത്ത് വന്ന് നോക്കിയപ്പോൾ കൊച്ചിന്റെ ഇമേജ് അതിനകത്ത് കണ്ടു. അപ്പൊ കൊച്ചി ആ എക്സൈറ്റ്മെന്റിൽ അതങ്ങ് ചാടി ഇപ്പൊ അതിനകത്ത് വെള്ളത്തിൽ വീണ് കൊച്ചു മരിച്ചുപോയി. അപ്പം ഈ തള്ള അവിടെ വിധവയായിട്ടാണ് അവിടെ കടന്ന് കരഞ്ഞു. കൊച്ചുണ്ടായപ്പോൾ ആശ്രമത്തിൽ നിന്നും അച്ഛന്മാരും ആൾക്കാരും എല്ലാം ഓടി വന്നു. അതിൽ അവൾ അന്തോണി സുറിയാളിനോട് നേർച്ച നേർന്നു, അതായത് എൻ്റെ ഈ കൊച്ചിനെ അന്തോണി സുറിയാളെ ജീവിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഈ കൊച്ചിന്റെ തൂക്കത്തിലുള്ള ബ്രെഡ് ഇവിടുത്തെ പാവങ്ങൾക്ക് കൊടുത്തോളാം, ആൾക്കാരിനുള്ള കഴിവേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും തൂക്കമുള്ള ബ്രെഡ് ഞാൻ കൊടുത്തോളാം, എന്നെ പെണ്ണിനെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞു. എന്നാൽ അവൾ അന്തോണി സുറിയാളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചു പുനർജീവിച്ചു. അതുകൊണ്ടാണ് അവിടെയുള്ളവര് അന്തോണി സുറിയാളിന്റെ നാമത്തില് ബ്രെഡ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന നേർച്ച നേർന്ന് കൊടുക്കാറുണ്ട്. അതാണ് ഒരു ഐതിഹ്യം. വേറൊരു കഥ പറയുന്നത്, അന്തോണി സുറിയാളിനെ പറ്റി പറയുന്നത്, അദ്ദേഹം ഒരിടത്ത് പ്രസംഗിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ ആളുകളൊന്നും അദ്ദേഹത്തിന്റെ വചനം കേൾക്കുന്നില്ല. അപ്പൊ അങ്ങനെ പോയി കടൽ തീരത്ത് ചെന്നിട്ട് കടലിനോട് പ്രസംഗിച്ചു. അപ്പോഴത്തേക്ക് മീനെല്ലാം പൊങ്ങി വന്നിങ്ങനെ നിൽക്കുക. അപ്പൊ അത് ആരണ്ട് കണ്ടുകൊണ്ട് ആ ഗ്രാമവാസികളോട് ചെന്ന് പറഞ്ഞു, ഈ അന്തോണി സുറിയാളി
ജൂൺ 13. അടുത്തത് ജൂലൈ 13-ാം തീയതി ഒരു പ്രധാനപ്പെട്ട അപരീക്ഷ നടന്നു. അവരെ ഈ കുട്ടികളെ നരകം ഒരു കാഴ്ചപ്പാട് അവിടെ പാവപ്പെട്ട അതായത് പാപികളായ ആളുകളെ സഫർ ചെയ്യുന്നത് കാണിച്ചു. എന്നിട്ട് അവരോട് 3 ഫാത്തിമ രഹസ്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ രഹസ്യം ഈ നരകത്തിന്റെ ദൃശ്യം ആയിരുന്നു. രണ്ടാമത്തേത് 2ാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്നും, അതായത് 1ാം ലോകമഹായുദ്ധം കഴിഞ്ഞു 2ാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനുശേഷം അതുകൊണ്ട് റഷ്യനെ മാതാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാർപ്പാപ്പ അങ്ങനെ ചെയ്തതുണ്ടായി. പിന്നെ 3ാമത് വിഷൻ ഓഫ് സഫറിംഗ് ഓഫ് ദ ചർച്ച് ആൻഡ് ദ പോപ്പ്, മാർപ്പാപ്പയ്ക്ക് സഭയ്ക്കും പീഡനം ഉണ്ടാകും. പിന്നെ വേറൊന്ന് ഫാത്തിമ പ്രയർ പഠിപ്പിച്ചു, പൊന്തയോടനുബന്ധിച്ച് ചെല്ലാൻ തുടങ്ങി. അതായതാണ് ഓ മൈ ജീസസ്, അതായത് ഓ എന്റെ ഈശോയെ, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് കേൾക്കാരുടെ ഏറ്റവും ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആ പ്രാർത്ഥന ആരംഭിച്ചത് ഈ മാതാവ് പറഞ്ഞു കൊടുത്ത ജൂലൈ 13-ാം തീയതി മുതലുള്ള പിന്നെ പ്രാർത്ഥനയാണത്. 4ാമത്തേത് ഓഗസ്റ്റ് 13-ാം തീയതിയാണ് കാണേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഈ അന്ന് ഗവൺമെന്റ് ഇവർക്കെതിരായിരുന്നത് കൊണ്ട് ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടു. അവിടെ അന്ന് മാതാവിന്റെ അപ്പരീഷന് അവർക്ക് കുട്ടികൾക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് മാതാവ് പിന്നെ അവർക്ക് ഓഗസ്റ്റ് 19-ാം തീയതിയാണ് പിന്നീട് പ്രത്യക്ഷപ്പെട്ടത്. അത് അവരുടെ വീടിനടുത്താണ് കണ്ടത്, കാരണം കുട്ടികൾക്ക് അങ്ങനെ പോകാൻ പറ്റുകയില്ല. അപ്പോൾ ഷീ അഗെയിൻ ഒരു പ്രയർ ആൻഡ് സാക്രിഫൈസസ് ഫോർ സിന്നേഴ്സ്, വീണ്ടും പ്രാർത്ഥിക്കാനും പാപികൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാനും ആവശ്യപ്പെടുന്നു. 5ാമത്തേത് സെപ്റ്റംബർ 13, 1917. അന്നേരത്തേക്കും ഇത് മുഴുവൻ പ്രസിദ്ധമായി. അതോടുകൂടി ആയിരക്കണക്കിന് ആളുകൾ ഈ മാതാവിന്റെ അപ്പരീഷൻ കാണാനായിട്ട് വന്നു. അപ്പോഴും ഡെയിലി റോസറി കാണാനായിട്ട് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഒക്ടോബർ 13-ാം തീയതി ഒരു വലിയ മഹാത്ഭുതം കാണിക്കുമെന്നും പറഞ്ഞു. ഈ കുട്ടികൾക്ക് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഒക്ടോബർ 13-ാം തീയതി ഒരു വലിയ അത്ഭുതം, 6ാമത്തേതും അവസാനത്തേതുമായ ദിവസം. അന്ന് ഒക്ടോബർ 13-ാം തീയതി 1917 70,000-ത്തിലധികം ആളുകൾ ഒന്നിച്ചു കൂടി. കോബാദ ഇറിയ എന്ന സ്ഥലമാണിത്. അവിടെ അന്നേരവും മാതാവ് ജപമാല രാജ്ഞി എന്ന പേര് വെളിപ്പെടുത്തി, ജപമാല രാജ്ഞി. അതുപോലെ തന്നെ മാതാവിന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പിന്നെ പ്രചരിപ്പിക്കാനും വീണ്ടും ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ സൂര്യന്റെ അത്ഭുതം നടന്നത് അന്നാണ്. അതായത് അന്ന് കാണാൻ വന്ന ആളുകളെല്ലാം കണ്ടു സൂര്യൻ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് തെന്നി മാറി നൃത്തം ചെയ്യുന്നതും ഭൂമിക്ക് അടുത്തേക്ക് വരുന്നതായിട്ടും തിരിച്ച് അതിന്റെ സ്ഥലത്തേക്ക് പോകുന്നതായിട്ടുമാണ് പിറക്കളിൽ കണ്ടത്. അത് പത്രങ്ങളിലും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ ഒതന്റിസിറ്റി പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു. അവിടെ ഫാത്തിമ മെസ്സേജ് എന്ന് പറയുന്നത്, 1 പ്രാർത്ഥന, പ്രത്യേകിച്ച് ഡെയിലി റോസറി ചെല്ലണം. 2 പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 3ാമത്തേത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പെനൻസ് ആൻഡ് സാക്രിഫൈസസ്, ത്യാഗങ്ങളും അനുഷ്ഠിക്കണം. പിന്നെ വേറൊന്ന് ഡിവോഷൻ ടു ദി ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി, സമാധാനത്തിന് വേണ്ടി സമാധാനരാജ്ഞിയായ മാതാവിന്റെ വിമല ഹൃദയത്തോട് പ്രാർത്ഥിക്കുക. ലോകസമാധാനത്തിനും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം 1917-ലാണ് ഈ അത്ഭുതം ഉണ്ടാകുന്നത്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ, അതായത് 1919-ലും 1920-ലുമായിട്ട് ഫ്രാൻസിസ്കോയും ഇസിയതായും മരിച്ചു. ഒരാൾ 2 കൊല്ലം, ഒരാൾ 3 കൊല്ലം. അവർ 2 പേര് 2017 അടുത്ത കാലത്താണ് പിന്നീട് പോവാണ്. അവരുടെ പടമാണ് അവിടെ വെച്ചിരിക്കുന്നത്. എവിടെയുണ്ട്? നേരെ നോക്കിയത് ഫ്രാൻസിസിന്റെ സ്റ്റാച്ചു ആണ്. ഇപ്പൊ അത് ആടുകളുമായിട്ട് പോകുന്ന 3 കുട്ടികൾ. എടുത്തോണ്ട് നോക്കിയാൽ എടുത്തോളൂ. വീട് കാണാൻ പോവാണ്. ഞാൻ പണ്ട് ഇതേപറ്റി 80 വയസ്സ് വരെ ജീവിച്ചു. 85. ഏത് വർഷത്തിലാണ് സിസ്റ്റർ ലൂസി മരിച്ചത്? 2005.
അതുകൊണ്ട് ഈ മജുഗോരി എന്തുകൊണ്ടാണ് വത്തിക്കാൻ ഇതുവരെ അംഗീകരിക്കാത്തത് ഫുള്ളായിട്ട്? കാരണം ഇതാണ്, മിഷണറീസ് ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അംഗീകരിക്കില്ല അവരെ പ്രത്യേകിച്ച്. അതിന്റെ കാരണം വെച്ചാൽ പിന്നെ അവർ എന്തെങ്കിലും കുർത്തക്കേട് കാണിച്ചാൽ സഭയ്ക്ക് അത് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവരെ ആരും വിശദമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. മിഷണറീസ് ആണെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നം എന്നാൽ അവരെന്തെങ്കിലും വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. പിശാച് ഏറ്റവും കൂടുതൽ ആരെയാണ് പരീക്ഷിക്കുക? മാർപ്പാപ്പ മുതൽ പത്രാന്മാര്, അച്ഛന്മാര്, അങ്ങനെയുള്ളവരെ. കാരണം വെച്ചാൽ അവർ പഠിച്ചാൽ പിന്നെ ബാക്കി സഭയെ പഠിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പൊ അതാണ്. അതുകൊണ്ട് ഈ മിഷണറീസ് എന്തെങ്കിലുമൊക്കെ വഴിതെറ്റി പോയാൽ അത് സഭയ്ക്ക് പ്രശ്നമാകും. അപ്പൊ അതുകൊണ്ട് കാരണം മിഷണറീസിനെ എപ്പോഴും ഒരു വിശുദ്ധിയുടെ പ്രതീകമായിട്ട് അവർ പറയുന്നതെല്ലാം വേദവാക്യം പോലെ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധരായിട്ട് ഒരാളെ പ്രഖ്യാപിക്കണമെങ്കിൽ അവരെഴുതിയ സർവ്വതം റീഡ് ചെയ്ത് അത് മുഴുവൻ സഭയ്ക്ക് അംഗീകരിക്കാവുന്നതാണെന്ന് ബോധ്യപ്പെടാതെ സഭ ഒരിക്കലും അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളോട് തിയോളജിയൻസിന് എതിർപ്പുണ്ട്. ഇപ്പൊ കുറച്ച് ദൂരെ നിന്നാണ് ഇവർ വന്ന് മടിനെ വയ്ക്കാൻ പോയത്. പള്ളിയായിട്ട് 1.5 കിലോമീറ്റർ ഉള്ളൂ. 1.5 കിലോമീറ്ററാണ് അവരുടെ വീടും പള്ളിയായിട്ടുള്ള അകലം. നമ്മളെ ഇങ്ങനെ ഇവരുടെയൊക്കെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടുമ്പോ അതിന്റെ വ്യത്യാസമുണ്ട്. ആ ഫ്രണ്ടിൽ ആളുകൾ നിൽക്കുന്നതാണ് ജസീന്ത ഫ്രാൻസിസ്കോയുടെ വീട്. ജസീന്ത ഫ്രാൻസിസിന്റെ വീടാണ് ആൾക്കാർ നിൽക്കുന്ന ഭാഗം.
കാണാം.